മിഥുൻ റോയ് എന്ന് പറയുന്ന പോലീസുകാരൻ എയർ ക്യാമ്പിൽ ഉള്ള ജോലിക്കാരനാണ്. അയാളെ ഓരോ ജോലിക്ക് നിയോഗിക്കുമ്പോൾ അയാൾ അതിന് പോകേണ്ടതായിട്ട് വരും. അയാൾക്ക് ഈ ഒരു ശരിയായ നല്ലൊരു പോലീസുകാരൻ ഉള്ള നിലയ്ക്ക് അയാൾക്ക് എസ് എഫ് ഐക്കാരനെന്നോ കെ എസ് യുക്കാരനെന്നോ ഒന്നും ഉള്ള പരിഗണനയൊന്നും ഉള്ളവനല്ല. അങ്ങനെ അയാളെ നിയോഗിക്കുന്ന ജോലി അയാൾ വൃത്തിയായിട്ട് ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂ ഇയർ ഡേക്ക് രാത്രി, ന്യൂ ഇയർ ഡേ അല്ല, ന്യൂ ഇയർ നൈറ്റിനാണ്, അന്ന് കുറേ പേര് വലിയ ശംഖുമുഖത്ത് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അത് എസ് എഫ് ഐക്കാരാണെന്നൊന്നും ഈ പാവത്തിന് അറിയത്തില്ല. ഇയാളെ അതിനെ പറഞ്ഞു വിട്ടു. ഇയാളെ കൂടെ പോലീസുകാരും ഉണ്ടായിരുന്നു. ഇയാളും ലാത്തി വീശി ഒക്കെ ആളുകളെ ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി എസ് എഫ് ഐക്കാരുടെ നോട്ടപ്പുള്ളിയായിട്ട് ഇയാൾ മാറി. അതിന് മുമ്പും ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ ഇയാൾ പോലീസുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇയാൾ ഇടപെട്ടതാണ്. അല്ലാതെ അയാൾ എസ് എഫ് ഐക്കാരെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കാൻ പോകുന്ന ആളൊന്നുമല്ല. ഏതായാലും അയാൾ ഈ അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെട്ടതോടുകൂടി അയാൾ എസ് എഫ് ഐക്കാരുടെ നോട്ടപ്പുള്ളിയായിട്ട് മാറി. എസ് എഫ് ഐയുടെ നേതാവ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ഇവരെല്ലാം വന്നിട്ട് ഇയാൾക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങളും പ്രതിരോധങ്ങളും ഒക്കെയാണ് പിന്നെ തീർത്തു തുടങ്ങുന്നത്. ഇപ്പോൾ എസ് എഫ് ഐക്കാർ ഇയാളെ നിഴൽ പോലെ പിന്തുടരാൻ തുടങ്ങി. ഇയാളെ എവിടെ എന്ന് വെച്ചാൽ ഇയാളെ ഉപദ്രവിക്കണം, അതാ കാര്യം. അപ്പോൾ ഇയാളൊരു മാളിൽ അയാളെന്തോ ആവശ്യത്തിന് അവിടെ ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്മാർ വളഞ്ഞിട്ട് ഇയാളെ തല്ലി. ആദ്യം വളഞ്ഞു നിന്ന് ഇയാളെ തെറി പറഞ്ഞു ഒരുപാട്. അപ്പോൾ അയാൾ അതിന് മറുപടിയൊക്കെ പറഞ്ഞു കാണും, മനുഷ്യനല്ലേ, റിയാക്ട് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇയാളെ തല്ലിയപ്പോൾ ഇയാൾ അതിനെ പ്രതിരോധിച്ചെന്ന് പറഞ്ഞാൽ അയാൾ നല്ല രീതിയിലാണ് അയാൾ ചെയ്തേക്കുന്നത്, അത് കണ്ടറിയാം. അയാൾ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയൊന്നുമല്ല. അയാൾക്ക് എസ് എഫ് ഐക്കാരെ തിരഞ്ഞെടുത്ത് ഇടിക്കാനൊന്നും അയാൾ പോയതല്ല. അയാളെ ഉപദ്രവിക്കാൻ പോയി. ഏത് മനുഷ്യനും ഈ റൈറ്റ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഡിഫൻസ് ഉണ്ട്, പ്രതിരോധിക്കാനുള്ള അവകാശം. എന്നെ ഒരാൾ കൊല്ലാൻ വന്നാൽ എനിക്ക് അയാളെ കൊല്ലാം, കാരണം അതെൻ്റെ അവകാശമാണ്. കാരണം എൻ്റെ ജീവൻ പ്രതിരോധിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ കൈയും കെട്ടി നോക്കിക്കേണ്ട കാര്യമില്ല, എനിക്കതിനെ തടയാം. അവനെ രണ്ടെണ്ണം കൊടുത്തു വിടുകയും ചെയ്യാം, അതും ചെയ്യാം. ഇയാൾ ഒരു പോലീസുകാരനാണ്. അയാളെ പൊതുസ്ഥലത്ത് വെച്ച് ഇതുപോലെ ചാടി ചവിട്ടുക ഒരുത്തൻ, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ എന്തെന്നറിയുക, അയാളുടെ കയ്യിലൊരു തടവള പോലൊരു ഇതുണ്ട്, അത് ഊരി അയാൾ ഇടിച്ചു. അത് അയാളുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് അയാൾ ചെയ്തത്. അയാളുടെ ന്യായമായ നിയമപരമായ അവകാശമാണ് അയാൾ വിനിയോഗിച്ചത്. അയാൾ ചെയ്യാൻ പാടില്ല. എസ് എഫ് ഐക്കാരടിച്ചതല്ലേ, കൊള്ളണം. എസ് എഫ് ഐക്കാർ ചീത്ത വിളിച്ചാൽ അത് കേട്ടോണം, മറുപടി പറയരുത്, മിണ്ടരുത്, ഒന്നും മിണ്ടാൻ പാടില്ല. എസ് എഫ് ഐക്കാർ ചവിട്ടിയാലുണ്ടല്ലോ കൊണ്ടോണം, മറിഞ്ഞു വീഴാം അങ്ങേറ്റം. അല്ലാതെ ഒന്നും ചെയ്യരുത്, കഴിയുന്നത് വീഴാന്തത് നോക്കണം. ഇനി അങ്ങ് വീണ് പോയാൽ അവിടെ കിടന്നിട്ട് പതുക്കെ എങ്ങനെയെങ്കിലും ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിച്ചാലായി, ഇല്ലെങ്കിൽ അവിടെ കിടക്കണം, അവിടെ കിടന്ന് ചവിട്ട് കൊള്ളണം. ഇതാണ് നിയമം ഇന്നത്തെ. നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ നിയമം ഞാൻ ഈ പറഞ്ഞതാണ് ഇന്ന് ഉള്ളത്. മനുഷ്യനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് സംഭവിച്ചതെന്താ, ഇയാൾ എസ് എഫ് ഐക്കാരെ ഇടിച്ചു എന്നും പറഞ്ഞ് ഇയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ഇയാളുടെ പേര് കേസെടുത്തു. എന്നിട്ട് ഇയാളെ ഉപദ്രവിച്ചതിന് ആദ്യം അത് ജാമ്യം കിട്ടുന്ന വകുപ്പ് ഒന്നുമില്ല, 323 അതുപോലുള്ള ഏതുകൊണ്ട് ഇതാണ്, അതിട്ടിട്ട് ഒന്നുമില്ല, വെറും വോളണ്ടറി കാസിംഗ് ഹാർട്ട് അതേ ഉള്ളൂ. അത് ഇട്ടിട്ട് എടുത്തു, ജാമ്യം കിട്ടുന്ന വകുപ്പാണ്, അത് എടുത്തു. അപ്പോഴേ അവർ കൊണ്ടുപോയി ജാമ്യം കൊടുത്ത് വിട്ടു. 2 എണ്ണത്തിനെ പിടിച്ചുള്ളൂ, ബാക്കി ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ, ഇയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പെടുത്ത് കേസെടുത്തു. എന്നിട്ട് അതിന് പോലീസിലെ അത് വളരെ ഒരു അസംതൃപ്തി പോലീസിനെ അസംതൃപ്തി ഉണ്ടാക്കിയ ഇവർക്കെന്തുവാ, പോലീസിന് പ്രതികരിക്കാനൊന്നും കഴിവില്ല. പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണ്. അതിൻ്റെ കുറേ നേതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവന്മാർ തീരുമാനിക്കും എന്ത് വേണം, ഏതൊക്കെ വേണം, ആരെയൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ. അപ്പോൾ അവർ ഇതിനെതിരെ പ്രമേയം പോലും അവർ പാസ്സാക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, പോലീസിന്
വലിയ അതിൽ SFI എന്നുള്ള പേരിടാൻ പാടില്ല. അതും SFIക്കാർ ഉപദ്രവിക്കുന്നു എന്നുള്ളതൊന്നും ഇടാൻ പാടില്ല. അതൊന്നും ചേർക്കാൻ പാടില്ല. SFIക്കാരെ ഒന്നും ചേർക്കാൻ പാടില്ല. പോലീസ് അസോസിയേഷൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് വളരെ CPMൻ്റെ വളരെ ഒരുപാട് നേതൃത്വ നിരയിലുള്ള ആളുകളാണ്. ഇതുപോലുള്ളവരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പൊക്കെ ഇവരൊക്കെ എന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പം ഞാൻ പോകത്തുമില്ല അതിന്. കാരണം ഇത് വെറും രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത്. ഇത് ഞാൻ പറഞ്ഞിട്ട് എന്നെ ഇതിൻ്റെ അസോസിയേഷൻ്റെ ആൾ വിളിച്ചു. ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരുത്തൻ എന്നെ വിളിക്കുകയും ചെയ്തു. ഞാനിതിനെ ഇങ്ങനെ പ്രതികരിച്ചതിന്. ഇപ്പം കാണുന്നത് എന്തുവാ? ഇപ്പം ഈ പാവം പിടിച്ച പോലീസുകാരൻ്റെ പേരിൽ കേസെടുത്തു. അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. കാര്യം എന്താണെന്നറിയോ? അവൻ പ്രതികരിച്ചു. അവനെ എന്ന് വെച്ചാൽ അവനെ ഇടിച്ചപ്പോൾ അവൻ കൈകെട്ടി കൊണ്ടുകൊണ്ട് നിന്നില്ല, തിരിച്ചടിച്ചു. ഇതാണ് പ്രശ്നം. ഇടിക്കാൻ പാടില്ല. ഇവർ SFIക്കാരോ DYFIക്കാരോ ചീത്ത വിളിച്ചാൽ കേട്ടോണ്ട് നിന്നോണം. അവരടിച്ച കൈയും കെട്ടി നിന്നോണം. അനങ്ങരുത്, അനങ്ങാൻ പാടില്ല. ചവിട്ടിയാൽ കൊള്ളണം. ഇതാണ് നിയമം ഇന്നത്തെ. അങ്ങനെ ഇയാൾ തടവള ഊരി ഇടിച്ചു. അതിന് കൊലപാതക ശ്രമമാണ് ഇട്ടേക്കുന്നത്. ഇയാൾക്ക് ജാമ്യം കിട്ടരുതല്ലോ. ആ രീതിയിലുള്ള വകുപ്പ്, അതും പോലീസിലുള്ള ഒരു 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 ACPയോ ആരാണ് ഇതിന്. എന്നിട്ട് അവർക്ക് പറയാം പോലീസിൻ്റെ ഇത് ഇയാൾക്കെതിരെ ഇങ്ങനെ കേസെടുത്തതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല, ഒരു വീഴ്ചയും വരത്തില്ല. ഇങ്ങനെയുള്ളവന്മാർ പോലീസിൽ തന്നെ ഇരുന്നാൽ എന്ത് ചെയ്യും? നാളെ ഈ എടുത്തവനുണ്ടല്ലോ, ഇത് ന്യായീകരിച്ചവൻ, അവൻ നിനക്കായിരിക്കും കിട്ടുന്നത് നാളെ. ഇതുപോലെ കൊണ്ടുകൊണ്ട് നിന്നോണം. ഇപ്പോൾ ഇവിടുത്തെ അരാജകത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ആഭ്യന്തര വകുപ്പിലൊക്കെയുള്ള തോന്നിവാസങ്ങളെന്ന് പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. ഈ പാവം പോലീസുകാർ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ചേരും, കുഴപ്പമില്ല, ചേർന്നു. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ DYFIക്കാരും SFIക്കാരും ഒന്നും ഉപദ്രവിക്കത്തില്ല. നിങ്ങൾക്ക് ആ ഒരു ലേബൽ വേണം. ആ ലേബലില്ലാതെ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് പോലീസുകാരനായിട്ട് ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേറ്റ് ജോലി ചെയ്യണ്ട പോലീസിൽ. അതാണ് ഇവിടുത്തെ നിയമം. ഈ നിയമമാണ് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ തോന്നിവാസം അങ്ങേരുടെ മൂക്കിന് കീഴെ നടക്കുമ്പോൾ ഇത് പ്രതികരിക്കത്തില്ലേ? ഇതെന്തെങ്കിലും ചെയ്യത്തില്ല? ഒരു പോലീസുകാരനെ പരസ്യമായിട്ട്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് ഉപദ്രവിക്കുകയാണ്. എന്തിന്? അയാൾ ജോലി ചെയ്തതിൻ്റെ, അയാൾ നിയമപരമായി അയാളെ ഡ്യൂട്ടി ചെയ്തതിന് പകരം വീട്ടുകയാണ്. അയാളെ പിന്തുടർന്ന് അയാളെ പുറകെ പോയി അടിച്ചിട്ട് പറയുക യവന്മാരെ അയാൾ അടിച്ചെന്ന്. എന്ത് പറയാനൊക്കും? ഇവരെ വിളിച്ചു വരുത്തി അയാൾ ഉപദ്രവിച്ചാണോ? ഇതൊക്കെ ഈ കേസെടുക്കുന്നവനെയൊക്കെ അവൻ്റെ തലയിലൊക്കെ എന്താ ഉള്ളത്? തലയിൽ കളിമണ്ണാണ് അവൻ്റെയൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഇയാൾ അവന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് അടിച്ചതല്ല, അയാളെ പിന്തുടർന്ന് പോയി അയാൾ പോകുന്നിടത്തൊക്കെ അയാളെ ഷാഡോ ചെയ്തിട്ട് അയാളെ ഉപദ്രവിക്കാൻ മനഃപൂർവ്വം പോയതാണ്. അയാൾ ഇന്നലെ പറഞ്ഞത് കേട്ടു. അത് നിസ്സഹായതയുടെ ശബ്ദമാണ് ഞാൻ കേട്ടെ. ഇത് ആത്മഹത്യയുടെ വാക്കോളം എത്തി, ഇനി അതേ മാർഗമുള്ളൂ എന്ന് പറയുന്നത് കേട്ടു. യവൻ തൂങ്ങിച്ചാത്ത നീയൊക്കെ എവിടെ പോയി നിൽക്കും? ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട്. ആ SFIക്കാരെന്ന് പറയുന്നു, ഇവർക്ക് എന്താ പ്രത്യേകിച്ച് വേറെ വല്ല പവറും വല്ലതും ഉണ്ടോ? നമ്മുടെ രാജ്യത്തൊന്നുമില്ലല്ലോ. SFIക്കാർക്ക് ആരെയും ഉപദ്രവിക്കാമോ? അവർ ന്യൂ ഇയറിന് ആ രാത്രി തോന്നിവാസം കാണിച്ചപ്പം അവരെ പിരിച്ചുവിട്ടു. ഇതാണ് അയാൾ ആ പോലീസുകാരൻ ചെയ്തത്. അതാണ് അതിൻ്റെ പകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അയാൾ SFI ഒന്നും KSU ഒന്നും നോക്കിയില്ല. അവിടെ കൂടിയവന്മാരെ അത് രാത്രി വിഷു ഓടിച്ചു. അയാൾ മാത്രമല്ല, അയാളോടൊപ്പമുള്ള പോലീസുകാരും. അതിന് ഇയാളെ നോക്കിയപ്പോൾ കിട്ടി, തെരഞ്ഞ് പിടിച്ച് ഇയാളെ പുറകെ നടന്ന് ഇയാളെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് അയാൾ അതിനെ പ്രതിരോധിക്കാൻ പാടില്ല. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന നമുക്ക് മനുഷ്യന് അവരവരെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം, അത് നമ്മുടെ BNSലും നേരത്തെ ഇന്ത്യൻ പീനൽ കോഡിലും അതുപോലെ BNSലും ഉള്ളതാണ്. ആ അവകാശം അയാൾ വിനിയോഗിക്കാൻ അയാൾക്ക് പോലീസുകാരനായതുകൊണ്ട് പാടില്ലേ? എന്ത് അനാവശ്യമായി പറയുന്നത്, എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? അയാളുടെ പേര് കേസെടുത്ത് നിർബന്ധമായും അയാളുടെ പേരുള്ള എടുത്ത് കേസ് പിൻവലിക്കണം. അയാൾ സ്വയം പ്രതിരോധിച്ചതാണ്. അതിന് നത്തിങ് ഈസ് ആൻ ഒഫൻസ്. അത് ഒഫൻസേ അല്ല. അത് മനസ്സിലാക്കണം. അതിനുള്ള മൂളയെങ്കിലും ഉള്ളവന്മാരെ വേണം പോലീസ് ഫോഴ്സിൽ ഇരുത്താൻ. എന്നിട്ട് കേസെടുത്തതിൽ പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ചയില്ല. നല്ല നല്ല മറുപടിയാകട്ടോ കിട്ടിയത്. കൊള്ളാം. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം, രക്ഷപ്പെടും.